ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഊന്നൽ നൽകുന്നത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾക്കാണ്. അവശേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ലൈഫ് ഭവന പദ്ധതിയും, അതുപോലെ വടക്കേക്കര പഞ്ചായത്തിലെ അതിദരിദ്രരായ മനുഷ്യരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയും, വടക്കേക്കര പഞ്ചായത്തിൻ്റെ തീരദേശ മേഖലകളിൽ വ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള ഭീഷണി ആയ ഓരുവെള്ളത്തിനെ തടയുക എന്ന ദൗത്യം മുൻനിർത്തി ഓരുവെള്ളം ഭീഷണി ഒഴിവാക്കുക എന്നതും, കേരള സംസ്ഥാന ഗവൺമെൻറ് ഏപ്രിൽ 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്ന സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയും, അങ്ങനെ 4 മേഖലയെ ഊന്നിക്കൊണ്ടാണ് വടക്കേക്കര പഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. കൂടാതെ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം, വിദ്യാഭ്യാസം, സംസ്കാരം, കല, കായികം, പൊതുജനാരോഗ്യം, പശ്ചാത്തല വികസനം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, കുടിവെള്ളം, ടൂറിസം എന്നിങ്ങനെ ജനജീവിതത്തിൻ്റെ നാനാതരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 37,79,32,100 രൂപ വരവും 37,66,31,100 രൂപ ചെലവും 30,53,488 രൂപ നീക്കി ബാക്കിയും കാണിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും വടക്കേക്കര പഴയകാലത്ത് പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ ഒരു മേൽക്കൈയുള്ളൊരു പ്രദേശമായിരുന്നു എങ്കിലും ഇപ്പോൾ ആ മേഖലയിൽ നിന്നെല്ലാം ആളുകൾ പിൻവാങ്ങുന്ന ഈ സന്ദർഭത്തിൽ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുക എന്ന ശ്രമകരമായ ദൗത്യമാണ് പഞ്ചായത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ നാനാമുഖമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുക എന്ന വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ ദൗത്യത്തിന് അനുരൂപമായ തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭാവനാത്മകവും അത്യന്താപേക്ഷിതവുമായ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന നിലക്കാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും അത് ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.